നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിനെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച് വെൽഫെയർ പാർട്ടി. നേമത്ത് മാത്രം ബി.ജെ.പിയെ തോൽപ്പിക്കാൻ എൽ.ഡി.എഫിന് പിന്തുണ നൽകും. കഴിഞ്ഞ തവണ 19 സീറ്റിൽ മത്സരിച്ച വെൽഫെയർ പാർട്ടി ഇത്തവണ മത്സരത്തിനില്ല എന്നും അറിയിച്ചു. ബെൻസൺ ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. ബെൻസൺ, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു.ഡി.എഫിന് എത്ര കണ്ട് ഗുണകരമാകും? പിന്നെ നേമത്തെ സാഹചര്യം ഏത് രീതിയിലാണ്? സ്വാതി, നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകളിലായിരുന്നു വെൽഫെയർ പാർട്ടി മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അന്ന് മത്സരിച്ചപ്പോൾ കാര്യമായിട്ടുള്ളൊരു നേട്ടം ഉണ്ടാക്കാൻ വെൽഫെയർ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ മത്സരിച്ച പല സീറ്റുകളിലും നോട്ടയ്ക്ക് താഴെ പോലും അവരുടെ വോട്ട് വിഹിതം പോകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതുമാത്രമല്ല, 5 സീറ്റുകളിൽ അവർ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിരുന്നു. പക്ഷേ അത് നേരിയ തോതിലുള്ള വർധനവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കാര്യമായിട്ടുള്ള മുന്നേറ്റം വെൽഫെയർ പാർട്ടിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് 75 വാർഡുകളിൽ, സംസ്ഥാനത്തൊട്ടാകെ 75 വാർഡുകളിൽ അവർക്ക് ഭരണം പിടിക്കാൻ അല്ലെങ്കിൽ നിർത്തിയ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല എന്നുള്ളതാണ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. അതിന് ഭാഗമായി യു.ഡി.എഫിന് പിന്തുണ നൽകുകയാണ് ചെയ്യുക. അതുമാത്രമല്ല, ഈ ഒന്നാം സ്ഥാനത്ത് ബി.ജെ.പി എത്താൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ബി.ജെ.പി ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കക്ഷികളെ പിന്തുണയ്ക്കാനാണ് വെൽഫെയർ പാർട്ടിയുടെ തീരുമാനം. അതായത് നേമത്താണെങ്കിൽ എൽ.ഡി.എഫിനെയും, ഒരു ഉദാഹരണത്തിന് പാലക്കാട് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പാലക്കാട് യു.ഡി.എഫിനെയും പിന്തുണയ്ക്കുന്ന രീതിയായിരിക്കും വെൽഫെയർ പാർട്ടിക്ക് ഉണ്ടാവുക. അതായത് ഇത്തവണ വെൽഫെയർ പാർട്ടി അവരുടെ മത്സരാർത്ഥികളെ നിർത്തില്ല, സ്ഥാനാർത്ഥികളെ നിർത്തില്ല. അതിന് പകരം യു.ഡി.എഫിനെ പൂർണ്ണമായും തന്നെ പിന്തുണയ്ക്കും. അതോടൊപ്പം തന്നെ ബി.ജെ.പിക്ക് ഒന്നാം സ്ഥാനം ലഭിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കക്ഷികളെ പിന്തുണയ്ക്കുകയും ചെയ്യും. ആ നിലയിലായിരിക്കും ഇത്തവണ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. സ്വാതി.